ഹലോ ഗൈസ്, എൻ്റെ നൈൻസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒന്ന് കാട്ടുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയും എൻ്റെ സൈക്കിളിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസാണ്. നമ്മൾ ഓഫ് റോഡ് വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് വിചാരിച്ചാൽ ഗൈസ്, ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നിറച്ച് മഴ പെയ്തേക്കാണ്. നമുക്ക് ഓഫ് റോഡ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മഴ ഗൈസ്, ഒരു തുള്ളി സമയം കിട്ടും ഇറങ്ങാൻ, അപ്പോഴേക്കും ചാരു തുടങ്ങും മഴ, അപ്പോഴേക്കും കയറും ഗൈസ്. പിന്നെ ഇവനൊക്കെ നമ്മൾ ഇപ്പോൾ ഇറക്കണില്ലേ, ചെയിൻ പെട്ടെന്ന് തുരുമ്പിക്കും വെള്ളത്തിൽ ഇറക്കിയ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓയിൽ അടിച്ച് ശരിക്കും പറഞ്ഞാൽ ഗിയറിന് തൂക്കാൻ പാടില്ല ഗൈസ്. ഡ്രൈ ലൂബ് അങ്ങനത്തെ ഒരു ഓയിലുണ്ട്, അങ്ങനത്തെ ഓയിൽ ചോദിക്കണം. ഈ ഓയിലൊക്കെ ഇത് നോർമൽ 100 രൂപയ്ക്കൊക്കെ കിട്ടും. ആ ഓയിൽ ഇങ്ങനത്തെ സൈക്കിളിനൊക്കെ, സാധാരണ ഗിയറില്ലാത്ത സൈക്കിളിനൊക്കെ വെക്കാനാണ് നല്ലത്. പിന്നെ ഇതേ നമ്മുടെ ചെറിയ സൈക്കിള് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ ബ്രേക്ക് ടൈറ്റ് ചെയ്യണ വീഡിയോ, സാധാരണ ബ്രേക്കും പിന്നെ മെക്കാനിക്കൽ ബ്രേക്കും ടൈറ്റ് ചെയ്യണ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമ്മൾ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾ ചോദിച്ചാൽ ഈ സൈക്കിളിന് ഡീറ്റെയിലിംഗ് ആയിട്ടൊരു വീഡിയോ ഇടണമെന്ന് നമ്മൾ ഇട്ടുണ്ടായി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒന്നും കൂടി ഇടാവുന്ന, എങ്ങനെ ഉപയോഗിച്ചിട്ട് എങ്ങനെ റിവ്യൂ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കമൻറ്റിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവനെ വെച്ച് നല്ല ഇതൊക്കെയാണ് ഗൈസ്. ഈ സ്കാനർ ഉണ്ട്, ഈ സ്കാൻ ചെയ്ത് നമുക്ക് ഡെക്കാത്തിനോണ്ട് ഇത് കിട്ടും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്നിട്ട് ഓർഡർ ചെയ്യാം. കണ്ട മങ്കാട്, ഇത് സിമ്പിളായിട്ട് ഗൈസ്. ഈ സാധനം പിടിച്ച് തിരിച്ചാൽ മതി, ഇത് ഊരി കിട്ടും. പിന്നെ ഇവിടെ വെള്ളം ചോറുണ്ട് ഗൈസ്, കണ്ട സീറ്റും ഒക്കെ വെള്ളമായി. അതാണ് ഗിയറൊക്കെ ഷിമാനോൻ്റെ. പിന്നെ ഇത് എത്ര ഗിയറിൻ്റെ ആണെന്ന് ചോദിച്ചു, ബാക്കിലിട്ട് ഫ്രണ്ടിൽ 3 ഇട്ട ഗൈസ്. ഓൾട്ടസിൻ്റെ ആണ് രണ്ടും വരുന്നത്. ഞാൻ റിവ്യൂ പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. പറയുകയാണെങ്കിൽ നല്ല സൈക്കിൾ, എനിക്ക് ഓടിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ് ഇത് ഓടിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഒരു പ്രശ്നം, ഇതിൻ്റെ ഗിയർ ട്യൂണിങ് അത്രയും പോരാ ഗൈസ്. പിന്നെ ഇവനെ കുറിച്ച് പറയാൻ, നല്ല സൈക്കിളാണ്. നമ്മൾ ഈ കമ്പിയൊക്കെ ഉണ്ടായി മൊത്തം കാൽമൂത്തിയിടും. നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മങ്കാടാണ്. നമ്മൾ ഉണ്ടാക്കിയ മങ്കാടല്ല, ഫ്രണ്ടിൽ ഇരിക്കണ മങ്കാടെടുത്ത് നമ്മൾ ഇവിടേക്ക് വെച്ച് പോയി ഗൈസ്. ഫ്രണ്ടിൽ അങ്ങനെ മങ്കാട് ആവശ്യമില്ല, ബാക്കിലാണ് നിറച്ച് മങ്കാടിൻ്റെ ആവശ്യം ഗൈസ്. നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടേ ഗൈസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ലേ ഗൈസ്. നോക്കിയേ കണ്ട, ഇത് ഇവിടെ ആ ഫ്രണ്ടിലത്തെ സാധനമൊക്കെ ഇതിങ്ങനെ നിൽക്കുക. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ സാധനം തിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ ഒച്ച കേട്ടാ കണ്ട ഗൈസ്, പെടൻ്റെ ഉള്ളിൽ ഫുൾ മണ്ണ് കയറിയിട്ടുള്ള ഒച്ചയാണ് ആ കേൾക്കണേ. നമ്മൾ ഇന്നൊരു ചെറിയ റൈഡ് പോയി ഗൈസ്. പിന്നെ എന്താ ഓഫ് റോഡ് വീഡിയോസ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ലേ ഗൈസ്, അപ്പോഴേക്കും തന്നെ മഴ തുള്ളി തുടങ്ങും. അത് കാരണം നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്ത. പിന്നെ നമുക്ക് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഇതിൻ്റെ കട്ടിയൊക്കെ തേഞ്ഞു പോയി ഗൈസ്. കണ്ട ലൂസാണ്, മൊത്തം മണൽ മണ്ണും ചെളിയും ഒക്കെ കയറിയിരിക്കുക. കണ്ട ഫ്രണ്ട് ടയറൊക്കെ പുത്തം പോയിരിക്കണം ഗൈസ്. എന്നാലും പറഞ്ഞാൽ നേരിട്ട് കണ്ട ഫുൾ തേഞ്ഞു പോയി ഗൈസ്. ഒരു തുണ്ടും കൂടി ഉള്ളൂ ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പണി കിട്ടി ഗൈസ്. നോക്കി ഗൈസ്, ടയറ് പഞ്ചറായി ഗൈസ്. നമുക്ക് ഒരു വട്ടം നമ്മൾ എയർടിച്ച് നോക്കി, എന്നിട്ടും പഞ്ചറാ. എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ കയറി നിൽക്കണില്ല, അപ്പം മനസ്സിലായി പഞ്ചറാ. അതിന് മുമ്പും തോന്നിണ്ടേ, പക്ഷെ അത് അത്രയും ഉറപ്പിച്ചറിയാൻ പറ്റില്ല, നമ്മൾ അടിക്കാണ്ട് എന്നിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ചങ്കല ലൂസ് ചെയ്ത് നമ്മൾ ടൈറ്റാക്കി ഗൈസ്. ഇപ്പോൾ ഉണ്ടോ ആനങ്ങളിൽ ഗൈസ് ചങ്കല അത്രയും ടൈറ്റാക്കി നമ്മൾ. ഈ സൈക്കിളിന് എനിക്ക് ഇങ്ങനെ നമ്മളിവിടെ ഓടിക്കാൻ ഇഷ്ടം, പക്ഷെ ഓഫ് റോഡിങ്ങിൽ കിങ് ഇവനാ എനിക്കിഷ്ടം. ഓഫ് റോഡിങ്ങിന് കിങ് നമ്മുടെ ഗപ്പിക്കുട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്താ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇവനെ കുറിച്ചും അവനെ കുറിച്ചും ആ സൈക്കിളിനെ കുറിച്ചും അതിനെ കുറിച്ചും ആ ലേഡി ബേർഡിനെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ഗൈസ്, എല്ലാവരും പോയി കണ്ടോളൂ ഗൈസ്. ഇതൊക്കെയാണപ്പോൾ ചെയ്ത് ഗൈസ്. നമ്മൾ മേടിച്ച പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറില്ലേ, അതിങ്ങനെ താഴ്ന്നിരിക്കുകയായിരുന്നു, നല്ല ഇതാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റിക്കർ എന്നാ ഒട്ടിച്ചേരുന്ന് വിചാരിച്ചാൽ, ഈ ബ്രേക്കിൻ്റെ ഈ സാധനം ഇവിടെ ഇങ്ങനെ ഒരയില്ലേ ഗൈസ്. അപ്പം നമ്മുടെ ഈ സിൽക്ക് ഇത് പോവും ഗൈസ്. അത് ഡാമേജ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തേക്കണം ഗൈസ്. ഇവിടെയൊക്കെ തുരുമ്പിക്കണുണ്ടാ, ഇവിടെയൊക്കെ നമ്മൾ ഒരു തുണ്ടൊരു ഓയിലെടുത്തിട്ട് ഇങ്ങനെ തേച്ചാൽ മതി. പിന്നെ അതേ നമ്മുടെ ഫ്രോക്കിൻ്റെ ഉള്ളിൽ നിറച്ച് ഇത് കയറിയിരിക്കുകയായിരുന്നു ഗൈസ്, വെള്ളം. ഞാൻ സൈക്കിൾ ഇതിങ്ങനെ വെച്ചു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാട്ടം പോണ പോലെ ഒക്കെ വെള്ളം പോയി. ഞാനത് പ്രതീക്ഷയില്ല ആ സാധനം ഗൈസ്. ഇത് തുറന്നെടുക്കായിരുന്നു, അതുകൊണ്ട് ഞാനത് പ്രതീക്ഷയില്ല ഗൈസ്. പെട്ടെന്ന് വെള്ളം മൊത്തം പോക്കി ഗൈസ്. പിന്നെ ഇത് സീനാട്ടോ ഗൈസ്. നമ്മൾ സൈക്കിള് രാത്രി ഓടിയുമ്പോൾ ഇത് തിളങ്ങി
എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടറിയാം. പിന്നെ ഗൈസ് ഈ വെള്ളം കുപ്പിയൊക്കെ നല്ല ഇരുമ്പിൻ്റെ സാധനമാണ് ഗൈസ്. ഇതിൻ്റെ കൂടെ ഒരു മാച്ച് ഉണ്ട്, ഇവിടെ സിലിക്കും ഇവിടെയും സിലിക്കി ഗൈസ്. പിന്നെ ഈ സൈക്കിളിൻ്റെ ഇതിൻ്റെ പേര് ഡ്രാഗോ എന്നാണ്. സൈക്കിളിൻ്റെ കമ്പനീൻ്റെ പേര് 91 എന്നാണ് ഗൈസ്. കണ്ടോ ഡ്രാഗോ. പിന്നെ ഗൈസ് പറയാനുള്ളത് എനിക്ക് ഫോർഗ് ഗൈസ് സസ്പെൻഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്. കല്ലൊക്കെ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പറയാൻ പറ്റില്ല ഗൈസ്, അത്ര ഇതാ ഭയങ്കര ഇഷ്ടമായി. കണ്ട നല്ല സൈക്കിളാണ് ഇതൊക്കെ ഗൈസ്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൈക്കിൾ ഇതാണ് ഗൈസ്. ഓഫ് റോഡിന് പറ്റും, റോട്ടിലൂടെയാണെങ്കിൽ റോട്ടിലും പറ്റും. റോഡ് ബൈക്ക് ഈ പൈസ, റോഡ് ബൈക്ക് നമ്മുടെ ഈ റോട്ടിൽ കൂടെ ഒക്കെ എന്താ പറയുക കല്ല് മണ്ണിൽ ഓടിച്ച ടയർ മനസ്സിലാവും. ഇതൊക്കെയാണെങ്കിൽ എനിക്കിഷ്ടം ഗൈസ്. ഇതിൻ്റെ ടയർ കണ്ട നല്ല ഗ്രിപ്പാണ്. റോഡ് ബൈക്കിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്, എപ്പോഴാണ് പൊട്ടാന്ന്. എനിക്കതുകൊണ്ട് റോഡ് ബൈക്ക് ഇഷ്ടമില്ല, നമുക്ക് ഉള്ളത് ഓഫ് റോഡിങ്, അതാണ് ഗൈസ് നമുക്ക് വേണ്ടത്. പിന്നെ അതെ ഇവൻ്റെ ബ്രേക്കൊക്കെ നമ്മൾ ലൂസാക്കി വെച്ചു. ബാക്ക് ബ്രേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ലൂസാക്കി വെക്കേണ്ടത്, കാരണം ഓഫ് റോഡിങ് നമ്മൾ ബാക്ക് ബ്രേക്ക് അല്ലേ കണ്ട ലൂസാണ് ഗൈസ്. ബാക്ക് ബ്രേക്ക് എപ്പോഴും ലൂസാവണം. നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് അല്ലേ ലൂസ് വേണ്ട. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഇനി സസ്പെൻഷനൊന്നും ആവശ്യമില്ല കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു സസ്പെൻഷൻ ഉണ്ട് ഗൈസ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കണ്ടോ നന്ന കംഫർട്ടാണ് ഗൈസ്. പക്ഷേ ഇവിടെ ഇരിക്കണ ആൾക്ക് അയ്യോ ഒരു കല്ല് ചടിയാൽ മതി ഗൈസ്, ഫുൾ പോയി ഗൈസ്. നമ്മൾ ചാടിക്കൊണ്ടിരിക്കും ഗൈസ്. ഈ ബ്രേക്കിൻ്റെ ഇവിടുത്തെ സാധനം ഒന്നും ഗൈസ്, ഇത് എപ്പോഴും ഉരിയാന്ന് അറിയില്ല, ഇത് ഇവിടുത്തെ സ്ക്രൂ ഒന്നും ഇല്ല ഗൈസ്. അതാണ് ഈ കൊട്ട കെട്ടുന്ന ആടുണ്ട് ഗൈസ്. ഇത് റീസ്റ്റോർ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മുടെ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ എടുക്കേണ്ടത് നിങ്ങൾ പോയി കാണാം. ഇവ എന്നിട്ടേക്ക് എഴുതിയിട്ടുണ്ട് ഗൈസ് WW ഔട്ട് ഓക്കെ ഗൈസ്, അതാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ 91 എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇതിലേക്ക് എടുക്കും, അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണാം. പിന്നെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.